നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, ഞാൻ വീട്ടിൽ തന്നെ കൺസൾട്ടേഷൻ തുടങ്ങിയാലെന്ന് ആലോചിക്കുന്നേ. ഇവിടെയോ? അതെ. രാവിലെയും വൈകിട്ടും ഒരു നിശ്ചിത സമയം OP ഉണ്ടെങ്കിൽ പേഷ്യൻസ് ഉണ്ടാവും. അത് വേണോ? വേണം. വെറുതെ ഇരുന്ന് ഇദ്ദേഹത്തിന് മടുത്തു. എത്ര നാളെന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുക? പ്രാക്ടീസിന് ഒരു ബ്രേക്ക് വന്നാ അത് കരിയറിനെ മൊത്തത്തിൽ ബാധിക്കും. കേസ് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നമുക്ക് തന്നെ കിട്ടും. അപ്പോ അവിടെ ജോയിൻ ചെയ്യുന്നതല്ലേ നിരഞ്ജന് നല്ലത്. ചെറിയ OP തുടങ്ങിയാൽ പേഷ്യൻസിന് കിട്ടുമായിരിക്കും. പക്ഷേ വലിയ നിലയിൽ വരേണ്ട ഒരാള് ചെറിയ സെറ്റപ്പിലേക്ക് ഒതുങ്ങിപ്പോകുന്നത് അതത്ര നല്ലതാണോ എന്ന് ആലോചിക്കും. നല്ലോണം ആലോചിച്ചിട്ട് തന്നെയാണ് സാർ ഞാൻ ഈ തീരുമാനം എടുത്തത്. ഇനി വെറുതെ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല. ഈ വീട്ടിൽ കൺസൾട്ടിംഗ് തുടങ്ങുന്നതിനോട് ഡാഡിക്ക് എതിർപ്പുണ്ടോ? എന്തെതിർപ്പ്? ഏട്ടനത് സന്തോഷാവുകയേ ഉള്ളൂ. സന്തോഷമൊക്കെ തന്നെയാ. എന്നാലും എന്തായാലും അതിവിടെ വേണ്ട. കുറച്ചുകൂടി കാത്തിരിക്കും. ഒരു 3 മാസം കൂടെ. അപ്പോഴേക്കും എല്ലാം ശരിയാവും. എവിടെ ശരിയാവാൻ? 3 അല്ല 30 കൊല്ലം കാത്തിരുന്നാലും ഡാഡിയുടെ പ്രശ്നം തീരുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ കോംപ്രമൈസിന് തങ്കച്ചി തയ്യാറാവണ്ടേ? ആശുപത്രിയിലാ അവളുടെ കണ്ണ്. പിന്നെ എന്ത് ചെയ്യും? ഇതിന്റെ പേരിൽ ഇവിടെ ഒരു തർക്കം വേണ്ട. ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒരു റൂം വാടകയ്ക്ക് എടുത്ത് ഞാൻ ക്ലിനിക്ക് തുടങ്ങും. അതിൽ നിന്ന് തടയാൻ ഇവർക്ക് പറ്റില്ലല്ലോ. പറ്റുമോ? എന്തിനാ സാറ വെറുതെ വാശി പിടിക്കുന്നു? വെറും 3 മാസം കാക്കാനല്ലേ സാർ ആവശ്യപ്പെട്ടത്? അതൊരു ചെറിയ കാലയളവല്ലേ? അത്രത്തോളം കാത്താലെന്താ? താൻ ഇടപെടണ്ട. ഇദ്ദേഹം എന്ത് ചെയ്യണമെന്ന് താനല്ല ഞങ്ങളാ തീരുമാനിക്കുന്നത്. എങ്കിലൊരു കാര്യം ചെയ്യും. ക്ലിനിക്ക് തുടങ്ങുമ്പോഴേ സഹായത്തിന് ആ ഇരുട്ടിനും പരുന്തിനും കൂടെ അങ്ങോട്ട് നിർത്തും. ഞങ്ങൾ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. താൻ ആരോടോ ചോദിക്കാൻ? വഴക്ക് വേണ്ട അക്ഷരെ. സ്വാമിയുടെ വിവരക്കേട് പറഞ്ഞു. എന്തായാലും നമുക്കിതൊന്നും ബാധകമല്ലല്ലോ. നമ്മൾ എന്താണോ തീരുമാനിച്ചത് അത് നടക്കും. അത് തടയാനായിട്ട് ആർക്കും പറ്റില്ല. ആർക്കും. എന്താ കുഞ്ഞളിയാ? അളിയ, എനിക്കൊരു ഉപകാരം ചെയ്യണം. ചന്ദ്രയും കൂട്ടി സ്റ്റേഷൻ വരെ ഒന്ന് പോകണം. ഞാൻ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി വിളിക്കാൻ വന്നു കഴിഞ്ഞാൽ നേരം വൈകും. ഞാൻ സ്റ്റേഷനിലേക്ക് എത്തിക്കോളാം. അതിനെന്താ, ഞാൻ കൊണ്ടുപോയിക്കോളാം. ശരി അളിയ. പോവാം. എങ്ങോട്ട്? സ്റ്റേഷനിലേക്ക്. കുഞ്ഞളിയെ നേരെ അവിടെ എത്താന്ന് പറഞ്ഞു. എന്നോട് കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞത്. എനിക്കാരുടെ അകമ്പടിയൊന്നും വേണ്ട. സ്റ്റേഷനിൽ തന്നെ വിളിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോവാനും അറിയാം. അല്ല, എന്തെങ്കിലും കാരണവശാൽ കുഞ്ഞളിന് വയ്യാലോ? വൈകൂല്ലോ. സിദ്ധോണിന് വലുത് ഭാര്യയല്ലല്ലോ, കാമുകിയല്ലേ. ദേവികയുടെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞ് സമയം കിട്ടുന്നെങ്കിൽ മാത്രമല്ലേ സിദ്ധോണിന് എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ വെറുതെ സിദ്ധോണിന് വേണ്ടി വക്കാലത്തൊന്നും പിടിക്കണ്ട. എനിക്കറിയാം സിദ്ധോണിന്റെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. ഒരു സ്ത്രീക്ക് ഇതിൽ പരം ഒരു അപമാനം വേറെ ഉണ്ടാവാനില്ലെന്ന് അറിയാലോ. ഞാനത് സഹിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കറിയാം. എന്റെ ഭാഗത്തുനിന്ന് ചില തെറ്റുകൾ വന്നുപോയി. അതിന് പക്ഷെ ഇത്രയും വലിയ ശിക്ഷ തരേണ്ട ആവശ്യമൊന്നുമില്ല.
ഇതിനൊന്ന് തിരിച്ചടി കിട്ടാതിരിക്കില്ലെന്ന് പ്രിയപ്പെട്ട അളിയനോടൊന്ന് പറഞ്ഞേക്ക്.